എല്ലാവർക്കും നമസ്കാരം. ടുഡേ ഐ എം ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് ഡെത്ത്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മരണം, വാട്ട് ഈസ് ഡെത്ത്, വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഡെത്ത്, മരണശേഷം എന്ത് സംഭവിക്കുന്നു, വാട്ട് ഈസ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, മരണസമയത്ത് എന്ത് സംഭവിക്കുന്നു. ഇങ്ങനെ ചില മരണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് പീപ്പിൾ മേ ഹാവ് ഡിഫറെൻറ്റ് വ്യൂസ് അബൌട്ട് ഡെത്ത്. പല ജനങ്ങൾക്കും പല കാഴ്ചപ്പാടാണ് മരണത്തെക്കുറിച്ച് ഉള്ളത്. അത് ശാസ്ത്രം വേണ്ട രീതിയിൽ പഠിക്കാത്തത് കൊണ്ടോ വ്യക്തമായ ഒരു ധാരണ നമ്മൾ മുന്നേ കൂട്ടി ക്ലാസ്സിൽ നിന്ന് കേൾക്കാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, മരണം എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്, അല്ലേ? മരണം എന്നുള്ളത് റിയാലിറ്റിയാണ്, നോട്ട് ആൻ ഇമാജിനേഷൻ. ജാതസ്യ ധ്രുവോർ മൃത്യു, ജനിച്ചിട്ടുണ്ടെങ്കിൽ മൃത്യു ഉറപ്പാണ്. അപ്പോൾ പല ആൾക്കാരും മരണത്തെക്കുറിച്ച് പേടിക്കുന്നവരാണ്. നോട്ട് നീഡ് ടു ഫിയർ അബൌട്ട് ഡെത്ത്. മരണത്തെക്കുറിച്ച് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം അത് വരിക തന്നെ ചെയ്യും. ഡെത്ത്, കാലം നമ്മളെ കൊണ്ടുപോകും, അത് ഉറപ്പാണ്. കാലം വരുന്ന സമയത്ത് ഞാൻ എൻ്റെ കുട്ടിയെ നഴ്സറി ക്ലാസ്സിൽ പറഞ്ഞയച്ചിട്ട് വരാം എന്നൊന്നും പറഞ്ഞാൽ മൂപ്പര് കേൾക്കില്ല. അപ്പോൾ മരണസമയത്ത് വി ഷുഡ് പ്രിപ്പയർ ഫോർ ഡെത്ത്. നമ്മൾ മരണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കണം, തയ്യാറായിക്കൊണ്ടിരിക്കണം, അല്ലേ? അപ്പോൾ പീപ്പിൾ ഡോണ്ട് നോ, ജനങ്ങൾക്ക് അറിയില്ല വാട്ട് ആഫ്റ്റർ ഡെത്ത്. ഡെത്ത് എന്താണെന്ന് അറിഞ്ഞെങ്കിലല്ലേ ആഫ്റ്റർ ഡെത്ത് ആണ്. ഡെത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വാട്ട് ഈസ് ഡെത്ത്. നമുക്കൊരു മാക്രോ ശരീരമുണ്ട്, മൈക്രോ ശരീരമുണ്ട്, അല്ലേ? സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഉണ്ട്. ആക്ച്വലി ബോഡി ഡൈ, ശരീരം മരിക്കുന്നു. കാണാവുന്ന, തൊടാവുന്ന, സ്പർശിക്കാവുന്ന ഈ മജ്ജ, മാംസം, മൂത്രം, മലാദികളുള്ള ഈ ബോഡി മരിക്കും, ദാറ്റ് ഈസ് ഷുവർ. ആ ബോഡി മരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ മരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ സോൾ ഒരിക്കലും മരിക്കുന്നില്ല. സോൾ വിൽ നോട്ട് ഡൈ. അത് നിങ്ങൾ ഉറപ്പിച്ച് വെക്കണം. അവിടെ ഞാൻ എന്ന് പറയുന്ന ആ സോള്, ദാറ്റ് വോണ്ട് ഡൈ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? കാരണം ഡെത്തിനെ കുറിച്ച് ഡിഫറെൻറ്റ് പീപ്പിൾ ദേ ഹാവ് മെയ്ഡ് ദെയർ ഓൺ കൺക്ലൂഷൻ. പല ആൾക്കാരും അവരെ കൺക്ലൂഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ് ഈസ് നോട്ട് അവരുടെ ദേ തിങ്ക് ആഫ്റ്റർ ഡെത്ത് എവറിത്തിങ് ഈസ് ഓവർ. മരണത്തിന് ശേഷം എല്ലാം കഴിഞ്ഞു എന്നാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത്. നോ ഡിയർ പീപ്പിൾ, മരണത്തിന് ശേഷം എല്ലാം കഴിയുന്നില്ല. മരണത്തിന് ശേഷമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്. ശരിക്കും നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്, അല്ലേ? ശരിക്കും ബർത്ത്ഡേ ആഘോഷിക്കേണ്ട ഒരു സുദിനമാണോ എന്ന് പറഞ്ഞാൽ അല്ല എന്നാണ് ആത്യന്തികമായ മറുപടി. എന്ന് പറഞ്ഞാൽ എന്താ? അതിന് കാരണമുണ്ട്. ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കേക്ക് മുറിച്ചിട്ടും ലഡു വിതരണം ചെയ്തുകൊണ്ടും ഒക്കെ നമ്മൾ ബർത്ത്ഡേ ഭയങ്കര ആഘോഷിക്കുന്നുണ്ട്. കാരണം ഓരോ ബർത്ത്ഡേയും നമ്മളെ മരണത്തോട് അടുപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മരണത്തെ പേടിക്കുന്നവർക്ക് ദുഃഖിക്കാനുള്ളതില്ല, അല്ലേ? ഒരു ബർത്ത്ഡേ കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞു. വി ആർ നിയറിങ് ഡെത്ത്. അപ്പോൾ നമുക്കൊക്കെ ബർത്ത്ഡേ അറിയാം, പക്ഷേ ഡെത്ത് ഡേ, മരണ ദിവസം അറിയാറില്ല. അതറിഞ്ഞാൽ പോയി കാര്യവും. മരണ ദിവസം അറിഞ്ഞിട്ടുള്ള ഒരേ ഒരു മിത്ത് എന്ന് പറയുന്നത് ഭാഗവതത്തിൽ പരീക്ഷിത് മഹാരാജാവ് മാത്രമാണ്. ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മൃത്യു വരും എന്ന് ഒരു മുനികുമാരൻ്റെ ശാപം കാരണം അദ്ദേഹത്തിന് ഡേറ്റ് ഓഫ് ഡെത്ത് അറിയുമായിരുന്നു. അതിന് രക്ഷപ്പെടാനാണ് അദ്ദേഹം സപ്താഹം ചെയ്ത് 7 ദിവസമൊക്കെ. അത് പോട്ടെ, ഇവിടെ വിഷയം അതല്ല. അപ്പോൾ ഡെത്ത് എന്ന് പറഞ്ഞാൽ അത് അനിവാര്യ ഘടകമാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ജാതസ്യ ധ്രുവോർ മൃത്യു. ജനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. ജനിച്ചിട്ടുണ്ടോ, മരണം ഉറപ്പാണ്. പിന്നെ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവാൻ കാരണം? വൈ ദേ ഫിയർ ഡെത്ത്? ദിസ് ഈസ് ദ ലാക്ക് ഓഫ് സ്പിരിച്വലി അൺഎഡ്യൂക്കേറ്റഡ് ബിലീഫ്. അതായത് അവർക്ക്
ആത്മീയമായിട്ട് വേണ്ട അൺഎഡ്യൂക്കേറ്റഡ് ആയ വിശ്വാസം കൊണ്ടാണ് അവർ ദേ തിങ്ക്സോ അവരങ്ങനെ ചിന്തിക്കുന്നത്. അല്ലാണ്ട് അപ്പോൾ വാട്ട് ഈസ് ഡെത്ത് എന്ന് പറയുന്നത്, ദർ ഈസ് എൻ എലാബറേറ്റ് ഡിസ്ക്രിപ്ഷൻ ഇൻ ഓൾ അവർ വേദിക് കൾച്ചേഴ്സ്. നമ്മുടെ എല്ലാ വേദിക് കൾച്ചറിലും ദർ ഈസ് ഇൻ ഓൾ അവർ വേദിക് കൾച്ചേഴ്സ് ദർ ആർ എലാബറേറ്റ് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് എബൌട്ട് ഡെത്ത്. പക്ഷെ ഇതൊന്നും നമ്മൾ വായിക്കാറില്ല, നമ്മൾ പഠിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് മരണത്തെക്കുറിച്ച് പേടിയാണ് താനും. കാരണം മരണസുദിനത്തെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് വേണ്ടത് എന്നാണ്. അപ്പോൾ കൃഷ്ണൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്ധകാലയും ആമേവജസ്മരൻ കളയപരം എന്നൊക്കെ. അതായത് അവസാന കാലത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ഈ കളയപരം ശരീരം വിട്ടുപോകുന്നവന് എന്നെ പ്രാപിക്കും എന്നൊക്കെ. അപ്പോൾ നമ്മൾ മരണസമയത്ത് എന്താണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അത് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെ ഞാൻ പറയുന്നത് എന്താണ് നമ്മൾ മരണസമയത്ത് ഓർക്കേണ്ടത്. കാരണം സഞ്ചിത സംസ്കാരത്തിന്റെ പിന്തുടർച്ചയാണ് ജനനം എന്ന് പറയുന്നത്. ഈ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയെടുത്തോ അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് മൈ ഡിയേഴ്സ് അടുത്ത ജന്മം എന്ന് പറയുന്നത്. ഉറപ്പാണ്. കാരണം അതൊരു പ്രളയം കഴിഞ്ഞ് നമ്മൾ വീണ്ടും സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ അടുത്തൊരു യോനിയിൽ ജനിക്കപ്പെടുന്ന സമയത്ത് ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലൈഫ് സ്പാൻ നമ്മൾ എന്താണ് നേടിയത്, അതായത് പവിത്രീകരിക്കപ്പെട്ട ആത്മാവും കൊണ്ടാണോ നമ്മൾ ഈ ശരീരം വിട്ടുപോകുന്നു എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിനേക്കാൾ ധന്യമായ ഒരു ശരീരം ലഭിക്കും എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. ഇപ്പം 916 തങ്ക മനസ്സാക്കി മാറ്റണം. കാരണം നമ്മുടെ മാക്രോ പാർട്ടും മൈക്രോ പാർട്ടും, സ്ഥൂലഭാഗവും സൂക്ഷ്മ ശരീരവും, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അഗ്രഗേറ്റ് ഓഫ് 5 സെൻസസ് അല്ലേ, ആൻഡ് പ്ലസ് എന്തൊക്കെയാണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഇന്നർ ഡയമെൻഷനുണ്ട്, ആ ഇന്നർ ഡയമെൻഷനിൽ ഔട്ടർ ഡയമെൻഷനുണ്ട്. അപ്പോൾ ഈ പുറത്തേക്ക് കാണാവുന്ന ശരീരം അതെല്ലാം എലിമെന്റ്സിനെ കൊണ്ട് നിർമ്മിച്ചാണ്, മൂലകങ്ങളെ കൊണ്ട് നിർമ്മിച്ചാണ്, പലതരം മൂലകങ്ങളും 10-80% വെള്ളവും. അത് കംസ് ഫ്രം എർത്ത് ആൻഡ് ഗോസ് ടു എർത്ത്. അത് ഭൂമിയിൽ നിന്ന് വരുന്നു, ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു, അന്നത്തിലൂടെയൊക്കെ കയറി വന്ന് നമ്മുടെ ശരീരത്തിൽ വരുന്നു. ഇപ്പോൾ നമ്മുടെ ശരീരത്തിരിക്കുന്ന മൂലകങ്ങളുടെ ഇംബാലൻസ് വരുമ്പോഴാണ് ഡോക്ടർ നമുക്ക് അസുഖത്തെക്കുറിച്ച് ചെക്ക് ചെയ്തിട്ട് പല ഗുളികകളും മെഡിസിൻ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആ മെഡിസിൻസിലെല്ലാം തന്നെ ഒന്നുകിൽ ഏതെങ്കിലും മൂലകത്തിൻ്റെ കുറവോ കൂടുതലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ബാലൻസ് സ്റ്റേറ്റ് ഓഫ് അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തരുന്നത്. അതാണ് നമ്മുടെ ശരീരത്തിനായിട്ടുള്ളതായ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ആ ശരീരം, ദാറ്റ് മൈക്രോ പാർട്ട് ഓഫ് ബോഡി അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, ഞാൻ ഒരു ഷോർട്ടായിട്ടൊരു വിവരണം തന്ന, ദാറ്റ് ഗോസ് ടു എർത്ത്, അത് ഭൂമിയിലേക്ക് പോകുന്നു, ഭൂമിയിൽ നിന്ന് വരുന്നു. അത് മാക്രോ പാർട്ട്, നമ്മുടെ സ്ഥൂല ശരീരം, അതായത് കാണാവുന്ന തൊടാവുന്ന നമ്മുടെ ശരീരം അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, അത് ഭൂമിയിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ വാട്ട് ഈസ് ഡെത്ത്? അപ്പോൾ എന്താണ് മരണം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ബോഡി, ശരീരത്തിന്റെ മാറ്റം, ഈ ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് ചേക്കേറുന്നതിനെയാണ് ഡിയേഴ്സ് ഡെത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ അവിടെ നമ്മുടെ ഇന്നർ ഡയമെൻഷനായ മനസ്സ് അല്ലേ, ഇറ്റ്സ് എൻ അഗ്രഗേറ്റ് വാട്ട്, എന്തൊക്കെയാണ് മനസ്സ്, അതിൻ്റെ പുറകിൽ ഒരു ബുദ്ധിയുണ്ട് അല്ലേ. ബുദ്ധി ആദ്യം തന്നെ നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്ന കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, തൊക്ക്, ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്ന ഇന്ദ്രിയ ലോകം, അതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ലോകം. അത് വിട്ടുന്ന അതിൻ്റെ പുറകിലൊരു മനസ്സുണ്ട്. ആ മനസ്സിനെയും പ്രചോദിപ്പിക്കുന്ന, ആക്ടിവേറ്റ് ആനിമേറ്റ് ആക്കുന്ന ഒരു ഇൻ്റലിജൻസ്, ഒരു ബുദ്ധി നമ്മുടെ പുറകിലുണ്ട്. ആ ബുദ്ധിയെയും ആക്ടിവേറ്റ് ആക്കുന്ന ഒരു സെൽഫുണ്ട്. ആ സെൽഫിനെയും പുറകിൽ നമുക്ക് ആത്മാ എന്ന് വിശ്വസിക്കുന്ന ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പോൾ ദാറ്റ് ആത്മാ ആക്ടിവേറ്റ് ആനിമേറ്റ് അവർ ഇൻ്റലിജൻസ്, ആൻഡ് അവർ ഇൻ്റലിജൻസ് ഈസ് animating our mind. When mind is activated, all our 5 senses are activated. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ലോകം ഇവിടെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഈ നമ്മളിപ്പോൾ അനുഭവിച്ചറിഞ്ഞ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിച്ചറിയുന്ന ഈ ലോകം വിട്ട്, നമ്മൾ ഈ ശരീരം വിട്ട് വേറെ മറ്റൊരു യോനിയിലൂടെ മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നതിനെയാണ് ആക്ച്വലി ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഡെത്ത്? ഡെത്ത്
ഈസ് ചേഞ്ച് ഓഫ് ബോഡി. നമ്മുടെ ശരീരത്തെ മാറ്റം വരുത്തുക, അതായത് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തേക്ക്. അപ്പോൾ അതാണ് ഡെത്ത് എന്നുള്ളതിനെ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ചേഞ്ച് ഓഫ് ബോഡി ഏത് തരത്തിലേക്കുള്ള ശരീരത്തെയാണ് അടുത്ത് നമ്മൾ പ്രവേശിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലെങ്കിൽ വാട്ട് വി ഹാവ് ടു തിങ്ക് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, മരണസമയത്ത് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്, എന്ത് ചിന്തിച്ചിട്ടാണ് ഈ ശരീരം വിട്ടുപോകേണ്ടത്. ഇതൊക്കെ നമ്മുടെ വേദിക് കൾച്ചേഴ്സുകൾ, നമ്മുടെ പുരാണ ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഒക്കെ വളരെ ക്ലിയർ കട്ടായി പ്രതിപാദിച്ചിട്ടുള്ള ആശയങ്ങളാണ് ഞാൻ ഈ വീഡിയോ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൽ തെറ്റുകളോ ശരികളോ ഒക്കെ ഉണ്ടാവാം, പക്ഷേ എങ്കിലും നമ്മുടെ വേദിക് കൾച്ചർ ഇങ്ങനെയൊക്കെയാണ് വാട്ട് ഈസ് ഡെത്ത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അടുത്ത് ദ ടൈം ഓഫ് ഡെത്ത് സമയത്ത് എന്ത് സംഭവിക്കുന്നു, ആഫ്റ്റർ ഡെത്ത് മരണത്തിന് ശേഷം എങ്ങോട്ടാണ് നമ്മുടെ ഗമനം, എങ്ങോട്ടാണ് നമുക്ക് പോകുന്നത്. ആക്ച്വലി വി ഹാവ് നോ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ആഫ്റ്റർ ഡെത്ത്. മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് പല വ്യക്തികൾക്കും അറിയില്ല. അപ്പോൾ അത് വളരെ കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട. പണ്ടൊരു ടിബറ്റൻ ലാമ വാട്ട് ഈസ് ഡെത്ത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡെത്ത് നമുക്ക് തീർച്ചയായിട്ടും വളരെ കൂടി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ആ ലാമ പറയുന്നത്, മരണം വരുന്നറിയാതെ അർത്ഥശൂന്യമായ വ്യവഹാരങ്ങൾ മുഴുകി വെറും കൈയോടെ നാം എന്തിനു മടങ്ങിപ്പോകണമെന്ന്. ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ബുദ്ധിയുടെ മാർഗം സ്വീകരിച്ചുകൂടാ, ഗുരു പറഞ്ഞ വാക്കുകൾ കാതോർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം വഞ്ചിതരാവുമെന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഉണ്ട്. ഒരു ബുദ്ധമതാനിയായ ഒരു ലാമ വാട്ട് ഈസ് ഡെത്ത് എന്നുള്ളതിനെ കുറിച്ച് പരാമർശിച്ച ഒരു ഉദ്ധരണിയാണ് ഞാൻ പറയുന്നത്. മരണം വരുന്നറിയാതെ, നമുക്കറിയില്ല വിച്ച് ടൈം ഡെത്ത് വിൽ കം, ഏത് സമയത്താണ് മരണം വരുന്നത്, നമുക്ക് വി ഹാവ് നോ ഐഡിയ അബൌട്ട് വാട്ട് ഇറ്റ്. സോ മരണം വരുന്ന അറിയാതെ നമ്മൾ അർത്ഥശൂന്യമായ വ്യവഹാരങ്ങൾ മുഴുകുകയാണ്. ഒരർത്ഥവും ഇല്ലാതെ കുറേ നമ്മൾ അറ്റാച്ച്മെന്റിലൂടെ നമ്മുടെ കർമ്മബന്ധനങ്ങളാൽ മുഴുകി തഴുകിയിരിക്കുകയാണ് നമ്മുടെ ലൈഫ്. ഭാര്യയും കുട്ടികളും കുടുംബവും അതിലിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, അറ്റാച്ച് ചെയ്യാണ്. പക്ഷെ ഒരു ദിവസം ഈ അറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റിലേക്ക് വരേണ്ടി വരും. അങ്ങനെ ഡിറ്റാച്ച്മെന്റിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ ഇട്ടേച്ച് പോകണ്ടേ നമുക്ക്, അല്ലേ? അപ്പോൾ അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, മരണം വരുന്നറിയില്ല നമുക്ക് എപ്പോഴാണ്, ഏത് സമയത്താണ് കാലൻ വന്ന് നമ്മളെ വിളിച്ചു കൊണ്ടുപോകുക. വി ഹാവ് നോ ഐഡിയ. നമുക്ക് ഈ ലോകത്തിൽ ഏതാണ്ട് എല്ലാ വസ്തുക്കൾക്കും നമുക്ക് എന്തുണ്ട്, ഗ്യാരണ്ടി ഉണ്ട്, അല്ലേ? ഈവൺ ഒരു സോപ്പിനെ പോലും നമുക്കിന്ന് മാർക്കറ്റിൽ നിന്ന് ഗ്യാരണ്ടി കിട്ടും. പക്ഷെ ദിസ് ഹ്യൂമൻ ബോഡി ഡസൻ ഹാവ് എനി ഗ്യാരണ്ടി. ഈ മനുഷ്യ ശരീരത്തിന് ഒരു ഗ്യാരണ്ടി ഇല്ല. എത്തി ഷെഡിൽ സൈഡാക്കി, അല്ലേ? Once we out from the house, we have no guarantee whether we will reach up our house safely. നമ്മൾ സേഫായിട്ട് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വാട്ട് ഗ്യാരണ്ടി വി ഹാവ്? ഒരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പോൾ മരണം വരുന്നറിയാതെ അർത്ഥശൂന്യമായ, ഒരർത്ഥവും ഇല്ലാത്ത, മീനിങ്ലെസ് ആയ പല ഒബ്ജക്റ്റീവ് വേൾഡിൽ നമ്മൾ മുഴുകിയിരിക്കുകയാണ്. വി ആർ റണ്ണിങ് ആഫ്റ്റർ ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ് ഓഫ് ദിസ് വേൾഡ്. നമ്മൾ പല ഒബ്ജക്റ്റുകളുടെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹേ കൂട്ടരെ, പ്ലീസ് സ്റ്റോപ്പ്, ഒന്ന് നിൽക്കൂ. അർത്ഥശൂന്യമായ വ്യവഹാരങ്ങൾ മുഴുകരുത്, അല്ലേ? അങ്ങനെ മുഴുകിയിട്ട് എന്താ കാര്യം എന്ന് അതിൻ്റെ ലാമ ചോദിക്കുക, വെറും കൈയോടെ മടങ്ങിപ്പോയിട്ട് എന്ത് കാര്യം? അതായത് നമ്മൾ മരിച്ചു പോകുമ്പോഴേ നമ്മുടെ കയ്യിൽ എന്താ നമുക്ക് എടുക്കാൻ പറ്റുക? വാട്ട് വി ക്യാൻ ഹോൾഡ് ഇൻ അവർ ഹാൻഡ്സ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്. നമുക്ക് മരിക്കുന്ന സമയത്ത് എന്താ നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാൻ പറ്റും? ഒരു മുട്ടുസൂചി പോലും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ ബാങ്ക് ബാലൻസ് കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മുടെ ഫിസിക്കലായി കാണാവുന്ന ഈ 10 ഏക്കർ അല്ലെങ്കിൽ 100 ഏക്കർ സ്ഥലങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമോ? തെങ്ങുംതോപ്പ് കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഒരു ചെറിയ മുട്ടുസൂചി പോലും നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റില്ല അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്. അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, മരണസമയത്ത്, അല്ലേ, അർത്ഥശൂന്യമായ വ്യവഹാരങ്ങൾ വെറും കൈയോടെ മടങ്ങി. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ മടങ്ങി പോവാം? നമുക്ക് കയ്യിലൊന്ന് വെക്കാം. എന്താ കയ്യിൽ വെക്കാൻ പറ്റുക? നമ്മുടെ സഞ്ചിത സംസ്കാരം നമുക്ക് വെക്കാം. നമ്മുടെ 916 തങ്ക മനസ്സ്, അതും കൊണ്ട് നമുക്ക് പോകാം. അപ്പൊ നമ്മൾ പവിത്രീകരിക്കപ്പെട്ട നമ്മുടെ മനസ്സല്ലേ? മനസ്സിനെ പവിത്രീകരിക്കുക. മനസ്സിനെ പവിത്രീകരിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് എൻ്റെ കൂട്ടരെ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ ഭൗതികമായി അക്യുമുലേഷൻ ഓഫ് ലോട്ട് ഓഫ് വെൽത്ത്, ഒരുപാട് ധനം ആഗമനത്തിലും മുഴുകി തഴുകിയിരുന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഇരുന്നവരൊക്കെ അതിട്ടേച്ച് പോയി പഴയ രാജാക്കന്മാരുടെ കഥകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ വളരെ സ്പഷ്ടമാണ്, അല്ലേ? അപ്പോൾ വെറും കൈയോടെ നാം എന്തിനു മടങ്ങി പോകണം എന്നാണ് ലാമ പറയുന്നത്. കയ്യിൽ എന്തെങ്കിലും വെച്ചുകൂടെ? ആ കയ്യിൽ വെക്കാൻ പറ്റുന്ന സാധനം ലാമ പറയുന്നത് ഇതാണ്. എന്ത്? നമ്മുടെ പവിത്രീകരിക്കപ്പെട്ട മനസ്സ്. അതാണ് കൊണ്ടുപോകേണ്ടത്.
അതുകൊണ്ട് തന്നെ കൃഷ്ണൻ പറഞ്ഞു അന്ധകാലയും ആമേവജസ്മരൻ തെറ്റുക കളയവരെന്ന് കൃഷ്ണൻ പറയാൻ കാരണം ഗീതയിൽ അതാണ്. അവസാന കാലത്തിലെങ്കിലും നിങ്ങൾക്ക് എന്നെ ഒന്ന് സ്മരിച്ചൂടെ കൂട്ടരെ, എങ്കിൽ നിങ്ങൾക്ക് എന്നെ പ്രാപിച്ചൂടെ എന്ന് ചോദിക്കുന്ന അത് തന്നെയാണ് അർത്ഥം. ഇത് എല്ലാ മതഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ വെറും കൈയോടെ എന്തിനും മടങ്ങിപ്പോകണം? കയ്യിൽ എന്തെങ്കിലും കൊണ്ടുപോകുന്ന വിദ്യ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതിനാണ് രാമ പറയുന്നത് എന്ത്, ഗുരു പറഞ്ഞ വാക്കുകൾ കാതോർക്കുക എന്ന്. നമ്മുടെ ഗുരുനാഥന്മാർ ചൂണ്ടുപലകയായിട്ട് നമുക്ക് പറഞ്ഞു തരും, ഇതിലെയാണോ അതിലെയാണോ പോകേണ്ടത്, ഇതുവഴി പോയാൽ സ്വർഗത്തെ, അതുവഴി പോയാൽ നരകത്തിലോ, നമുക്ക് സ്വർഗത്തിലേക്കാ നരകത്തിലേക്കാ, അങ്ങനെയൊക്കെ ചില ചിന്തകളുണ്ടല്ലേ. അപ്പോൾ അതിലേക്കാണോ ഇതിലേക്കാണോ പോകേണ്ടത് എന്ന് നമ്മുടെ ഗുരുനാഥന്മാർ പറഞ്ഞു. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന വളരെ പണ്ഡിതന്മാരായിരിക്കുന്ന ഗുരുനാഥന്മാരുടെ അടുത്ത് ചെന്ന് നമ്മൾ ഈ വിദ്യകളൊക്കെ ഒന്ന് പഠിക്കണം, മൈക്രോ വിദ്യകൾ അല്ലേ. അപ്പോൾ ആ വിദ്യ പഠിക്കണമെങ്കിൽ ഒരു ഉത്തമ ഗുരുവിനെ നമ്മൾ തേടിപ്പോയേ പറ്റൂ. ആ ഉത്തമ ഗുരു നമുക്ക് പറഞ്ഞു തരും ഏത് വഴിയാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ഗുരു പറഞ്ഞ വാക്കുകൾ കാതോർക്കുക എന്ന ലാഭം. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം വഞ്ചിതരാവും എന്നാണ് ലാഭം പറയുന്നത്. ഈ ലോകത്തിലെ നമ്മൾ വഞ്ചിക്കപ്പെടും. നമ്മൾ എത്ര കൃമികീടങ്ങളെ പോലെ ജനിക്കുന്നു, നിലനിൽക്കുന്നു, ചത്തുപോകുന്നു എന്നല്ലാണ്ട് കൃമിയാണ് ചത്തുപോകുന്നു. അപ്പോൾ ഈ ശരീരം വെടിഞ്ഞു പോകുന്ന സമയത്ത്, ഈ മരണസമയത്ത്, ആസന്നമായ മരണസമയത്ത് നമ്മൾ ഇതൊക്കെ ചിന്തിക്കാറുണ്ടോ? എല്ലാവരും ചിന്തിക്കുന്നത് വയസ്സായിട്ട് വേദങ്ങൾ, ഉപനിഷത്ത് അല്ലെങ്കിൽ ഗീതയും രാമായണവും ഒക്കെ പഠിക്കുക എന്നാണ്. അല്ല, ശരീരത്തിന് പുഷ്ടിയും തുഷ്ടിയും ഉള്ളപ്പോഴാണ് നമ്മൾ ഈ വേദിക് ലിറ്ററേച്ചറിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പോൾ ബാക്കി മരണസമയത്ത് എന്ത് സംഭവിക്കുന്നു, മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ രീതിയിലുള്ള അറിവുകൾ നേടണമെങ്കിൽ, നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ വിദ്യാഭ്യാസപരമായിരിക്കുന്ന വീഡിയോസുകൾ ഉണ്ടായിരിക്കും, അതുപോലെ റിലീജിയസ് ഉണ്ടായിരിക്കും, സമകാലീന സംഭവങ്ങളുടെ വീഡിയോസ് ഉണ്ടായിരിക്കും. ഞാൻ എല്ലാത്തിനും കൂടി ഒരൊറ്റ ചാനൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ, വിദ്യാർത്ഥികൾക്കുള്ള വീഡിയോസ് ഉണ്ടായിരിക്കും, അത് അവർ കേൾക്കുക. ഇത്യാദി കോൺസെപ്റ്റിനെ കുറിച്ചുള്ള വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കേട്ട് നിങ്ങൾക്ക് സംതൃപ്തരാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ ഒക്കെ ഒന്ന് അമർത്തുക. ഓക്കെ.